അസ്സലാമലൈക്കും. അപ്പോൾ ഈ ഒമ്പാമത്തെ നോമ്പാണ്. ഒമ്പാമത്തെ നോമ്പായപ്പോഴത്തേക്കും ഞാൻ ആകെ ക്ഷീണിച്ച് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കുറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടിയും അവിടെ അതിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ കടലയും തീമച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടിക്ക് കടലയാണല്ലോ കോമ്പിനേഷന്. അങ്ങനെ ഉമ്മ അവിടെ തേങ്ങയൊക്കെ ചിരവുന്നുണ്ട്. പിന്നെ അരി ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളക്കുന്നുണ്ട്. എല്ലാവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ നമുക്കൊന്നറിയാമല്ലോ. കുട്ടികളുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കടലക്കറി സൂപ്പറാണെന്നൊക്കെ നമുക്ക് നോമ്പറന്നത് നോക്കാന്നേ. പിന്നെ വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പൊരിയും കരികളും ഒന്നും ഉണ്ടാക്കുന്നില്ല, കാരണം നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളെ തേങ്ങ ഇരുണ്ടാണ്ട് കണ്ട് ഷെസൂട്ടം വരെ അങ്ങനെ കരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കയ്യിലൊരു തേങ്ങാമുറി കൊടുത്തിരുന്നു. അത് കടിച്ചുകൊണ്ട് അങ്ങ് നടക്കുന്നു. മോന് തേങ്ങ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ തേങ്ങ പൊട്ടിച്ചാൽ ഒരു കഷ്ണം അവന് കിട്ടണം. പിന്നെ ഉറങ്ങിച്ച് നേരെ വന്നിട്ടുള്ളത് തേങ്ങ കഴിക്കാനാണ് കേട്ടോ. ഉറങ്ങിച്ച് ഓർക്കച്ചെടുപ്പൊക്കെ ഫേസിലൊക്കെ കാണുന്നുണ്ടാവും ഗൈസ്. അരിയിടാനുള്ള വെള്ളം അവിടെ വെട്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അരിയിടുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഫ്ലാസ്കിലേക്ക് വെക്കണം. ബാക്കി കുറച്ച് ചായ ഇട്ടണം. പിന്നെ ബാക്കിയുള്ളിലാണ് നമ്മൾ അരിയിടാൻ പോണത്. അങ്ങനെ ഫ്ലാസ്ക്ക് വെള്ളം മുക്കില്ല അതിഗംഭീരമായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലാസ്ക് ഒന്ന് മൂടിയേക്കാം. നേരെ പോവാൻ പുട്ടുണ്ടാക്കാം. പുട്ടിൻ്റെ പൊടിയൊക്കെ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങയും കുറച്ച് പൊടി ഇട്ടിട്ട് അങ്ങ് പൊട്ടുണ്ടാക്കി എടുക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നൊക്കെ എന്താ പറ്റിയെന്ന്. ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നോമ്പൊക്കെയല്ലേ. അപ്പം അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഏക്കൊന്നും ഞാൻ വിചാരിക്കണേ. എന്തായാലും തിരക്കടില്ല, നമുക്ക് പുട്ടുണ്ടാക്കാം. പിന്നല്ലേ ഇന്ന് ഡീപ്പായിട്ടൊന്നും ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ ഭയങ്കര ക്ഷീണം, ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ കുറച്ചീച്ച അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. അതൊന്നും നിങ്ങൾ മറക്കണ്ട. ഒന്നുമില്ല, നല്ല കോലത്തിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണേ. ഇന്ന് ജസ്റ്റ് ഒരു ചില്ലാവായിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ് ഞാൻ കേട്ടോ. നിങ്ങളിത് ഏത് സെൻസിലെടുക്കുകയെന്ന് എനിക്കറിയില്ല. ഇവിടെ പുട്ടുണ്ടാക്കില്ല ആദ്യ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. ഒരു 2-3 വട്ടം ഉണ്ടാക്കാനുള്ള പുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ആണ്ടിടുകയാണ്. എൻ്റെ കൈക്ക് തന്നെയാണ് ഫോണും. അതേപോലെ തന്നെ ഞാൻ തന്നെയാണ് കുട്ടിക്കുള്ള പൊടിയൊക്കെ കുറ്റിക്കുള്ള പൊടിയൊക്കെ നിറക്കണതും. അതുകൊണ്ട് തന്നെ വീഡിയോ ഷേക്ക് ചെയ്യുന്നുണ്ടാവും ഇക്കാര്യം എന്ന് വിചാരിക്കണേ. അപ്പോൾ പുട്ട് നിറക്കലൊക്കെ പുട്ടുകുറ്റിയിൽ പുട്ടുംപൊടി നിറക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ തൂക്കിൽ കയറ്റി വെക്കാം. ആ ഒരു വെപ്പും കഴിഞ്ഞ് ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടത് ചെയ്യുന്നിട്ട്. അപ്പോൾ അതിനുമ്മ വന്ന് പുട്ടൊക്കെ കുത്തിയിട്ടുണ്ട്. പിന്നെ എന്താ ജ്യൂസായിട്ട് ഇന്ന് സപ്പോർട്ട് ഉണ്ടാക്കിയത് വിചാരിച്ചു. അപ്പോൾ സപ്പോർട്ട് ചെയ്താൽ അവിടെ തൊലി കളയുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികളെ കരച്ചിട്ട് നല്ല കേൾക്കുന്നുണ്ടാവില്ല. ഞാൻ വോയിസ് ഓവർ എടുക്കാൻ നേരത്ത് ഷേസു ഓടി വരും. ഷേസുവിൻ്റെ കൂടെ ചെറിയ അനിയത്തി ഉണ്ടാവും. അങ്ങനെ രണ്ടാളും കൂടെ ഭയങ്കര കലപ്പില്ലാച്ചിട്ട് ഒച്ചപ്പാടുണ്ടാക്കി. ഞാനത് മാറി പോയി വോയിസ് കൊടുക്കാൻ കുറേ സമയമാവട്ടാ. അങ്ങനെ നമ്മളെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പലിച്ചൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ക്യാബേജ് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ തരിക്കഞ്ഞികൾ തേങ്ങാപ്പാലാട്ടോ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബത്തക്കൊക്കെ കട്ട് ചെയ്ത് നോമ്പറക്കാൻ സമയമായിട്ടുണ്ട്. പക്ഷേ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോമ്പറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതാ രണ്ടാമത്തെ അനിയത്തിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് ഗൈസ്. കുറച്ചൊക്കെ എഴുതിയിട്ട് ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ട് പിന്നെ നമ്മളൊരു ഓറിയോ പിക്സൊക്കെ ആയിട്ടൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ചില്ല് ചെയ്ത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.